ഇവൊക്കെ പാടെ ചുമന്ന് വന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചില കിതാബുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കും. പക്ഷെ ചിലപ്പോൾ ചട്ട മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ വേറെന്തെങ്കിലും നോട്ടായിരിക്കും. ചിലപ്പോൾ വിഷയം എഴുതിയെടുക്കാൻ വേണ്ടി പഴയ ഡയറി ഉണ്ടാവും, ആ ഡയറിന്റെ മേലെ പുസ്തകത്തിന്റെ പേരെഴുതി ഒട്ടിച്ചതായിരിക്കും. എന്ന് മാത്രല്ല, ഈ സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചതല്ല. ഇദ്ദേഹത്തിന്റെ കൂടെ മുമ്പ് പ്രസംഗിച്ചിട്ട് പിന്നീട് EK ഗ്രൂപ്പിലേക്ക് കാല് മാറിയ ഹസൻ സഖാഫി പൂക്കോട്ടൂര് അദ്ദേഹം പറയാണ്, അലവിയെ സംബന്ധിച്ച് അലവി ആരാണ് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി കൂടെ കടന്നവർക്കല്ല രാപ്പനി അറിയാം. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ ദൂഫല്ലേ എന്നാ പറയല്, അത് അലവിന്റെ ദൂഫല്ലേ എന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാഉമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തിപ്പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഗനീത, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുക. അപ്പൊ അലവി സഖാഫിന്റെ സ്വഭാവം അതാണ്. കിതാബുകൾ ഉയർത്തി കാട്ടിയിട്ട് തൊഹഫയിലുണ്ട് എന്ന് പറയും, ആ കിതാബിനെ പിന്നെ പറയും നിഹായിലുണ്ട് എന്ന് പറയും, അതും ആ ഡയറി തന്നെ. അപ്പൊ ആളുകൾ വിചാരിക്കും ഇത് തൊഹഫയാണ്, ഇത് നിഹായാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ആളുകളെ കിതാബുകൾ കാട്ടി കബളിപ്പിക്കുന്ന സ്വഭാവമാണ് അലവി സഖാഫിക്ക് പൊതുവെ ഉള്ളത്. മറ്റ് സഖാഫികൾക്ക് മൊത്തത്തിലും അതാണ് ഉള്ളത്. അതിൽ വമ്പനാണ് അല്ലെങ്കിൽ മുമ്പനാണ് യഥാർത്ഥത്തിൽ അലവി സഖാഫി എന്ന് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആള് പറയാണ്. സ്റ്റേജിൽ കയറി അലറുന്നത് കേട്ടാത്തൊന്ന് എന്തൊരു വിവരസ്ഥനാണ്. കിതാബിന്റെ ഇബാറത്ത് കിതാബ് തന്നെ നേരിട്ട് ഉദ്ധരിക്കാണ്. അതിനു വേണ്ട എല്ലാ ജാടകളും നാട്യങ്ങളും ഒക്കെ അലവി സഖാഫി പഠിച്ചു വെച്ചിട്ടുണ്ട്. ചില മൂപ്പര് കരഞ്ഞാളും ചിലപ്പോ കണ്ണീര് തുടച്ചാളും ഒക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇതൊന്നും സുഹൃത്തുക്കളെ ഈ പാമര ജനങ്ങളുടെ മുമ്പിൽ വിരപ്പോകുമെന്നല്ലാതെ മുജാഹിദുകളുടെ മുമ്പിൽ വന്നിരുന്നാൽ ഇതൊന്നും ഉണ്ടാകാറില്ല. തെറ്റുകൂടാതെ വായിക്കാൻ പോലും കഴിയാതെ ബബ്ബബ്ബ പറഞ്ഞ രംഗങ്ങള് നിങ്ങൾ സംവാദങ്ങൾ കാണുമ്പോ നിങ്ങൾ കണ്ടു കാണും. സ്റ്റേജിൽ കയറി നിന്ന് അലറുന്ന അലവി സഖാഫി മണ്ണാർക്കാട് സംവാദത്തിൽ 1-ാം റൗണ്ടിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് മുഖാമുഖം നടത്തിയ ഒരു മുഖാമുഖ വീരനുണ്ടായിരുന്നു, സുലൈമാൻ സഖാഫി മാളിയക്കൽ. അയാൾ ക്ഷീണിച്ച് വിയർത്ത് പതറിപ്പോയി. അവസാനം അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അലവി സഖാഫി രംഗം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ അവസ്ഥ, കിതാബ് വായിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പതർച്ച, അത് നിങ്ങളൊന്ന് കേട്ടോളിം. മണ്ണാർക്കാട് സംവാദത്തില് അലവി സഖാഫി വായിക്കാൻ പറ്റാതെ ബബ്ബബ്ബയായി പോയ രംഗം, ഈ വീറും വാശിയൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം മണ്ണാർക്കാട് സംവാദത്തിൽ ഓർമ്മിപ്പിക്കാനോ നിങ്ങളത് കണ്ടോളി. നോക്കൂ നിങ്ങൾ, അവിടെ ഫത്ഹുൽ ബാരിയിൽ ഹാഫിള് പറയുന്നു, അല്ലാഹുവിനെ പറ്റി അവരോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ സിഫത്തിനെ പറ്റിയും അങ്ങനെ ചോദിച്ചാൽ ഇല്ലല്ല ഒന്നും തെറ്റിയിട്ടില്ല, അല്പവും തെറ്റിയിട്ടില്ല. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെ കൊണ്ട് അവസാനം ഞാൻ കരയിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ചോദിച്ചാൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിക്കും, അള്ളാഹുവിന്റെ വിശേഷണം അല്ലാത്തതാണ് പറയുക. സുന്നികളായ ഞങ്ങൾ മഹാത്മാക്കൾ ദൈവപുത്രന്മാരാണെന്നോ ദിവ്യത്വം കൽപ്പിക്കുകയോ ഞങ്ങൾ പ്രാർത്ഥന ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിളിയെ കുറിച്ചാണ് വിളിക്കുന്ന ആ ആയത്താണ് നിങ്ങൾ ഓതിയത്. ഈസയെ കുറിച്ച്, ഉസൈറിനെ കുറിച്ച്, ഊസായി പോകുന്നുണ്ട് കണ്ടില്ലേ. അപ്പൊ മൂപ്പർക്ക് അത്രേ ഉള്ളൂ. മൂപ്പര് അലറുന്നതൊന്നും നമ്മളെ മുമ്പിലൊന്നും ഉണ്ടാവൂല. ആ അലർച്ചയൊക്കെ യഥാർത്ഥത്തിൽ മുഖാമുഖം ഇരിക്കുമ്പോ കാണാം. കിതാബ് വായിച്ചാൽ തന്നെ തെറ്റും, കിതാബ് എടുക്കാൻ കഴിയൂല, ഊസയായി പോവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ മുജാഹിദ് പണ്ഡിതന്മാർക്ക് കിതാബ് തിരിയില്ല, അവർക്ക് ഇബാറത്ത് വായിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുലമ്പി നടക്കുന്ന ആളുടെ കോലമാണ് വാസ്തവത്തിൽ നിങ്ങൾ കണ്ടത്. ഇത് അലവി സഖാഫിന്റെ മാത്രം അവസ്ഥയല്ല. EK വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നത് അത് വളരെ പിഴച്ചുപോയൊരു ഗ്രൂപ്പാണ് ഈ വിഭാഗം. ആ വിഭാഗത്തിൽ ഇങ്ങനത്തെ കുറെ
വിവരക്കേട് മാത്രം കൈമുതലായുള്ള ദുനിയാവ് മാത്രം തേടി നടക്കുന്ന കുറെ ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്ന് അവർ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ റഹ്മത്തുള്ള കാസിമി ഉണ്ടല്ലോ, മൂത്തേടം, അദ്ദേഹം AP ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയാണ്, AP ഗ്രൂപ്പിൽ 2 ടീമേ ഉള്ളൂ. ഒന്ന് ഒരു വിവരമില്ലാത്ത ജാഹിലീങ്ങള്, മറ്റൊന്ന് എന്തായാലും വേണ്ടില്ല കുറച്ച് ദുനിയാവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ദുനിയാവിന് വേണ്ടി നടക്കുന്ന ആളുകൾ. ഇങ്ങനെ 2 ടീമേ ഉള്ളൂ യഥാർത്ഥത്തിൽ AP വിഭാഗത്തിൽ എന്ന് റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറയുന്ന ഭാഗം അതുകൂടി നിങ്ങളൊന്ന് ഇതിനോട് ചേർത്ത് കാണണം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ. 1. 2 ത്വാലിബുൽ ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. 2 വിഭാഗമുള്ളത്. ഒന്ന് പച്ചപ്പൊട്ടൻ, ഒരു വിവരമില്ലാത്ത പടുജാഹിലീങ്ങള്, അങ്ങനെ തലീകെട്ടും കെട്ടി നടക്കും, അണ്ണാക്കുന്ന ഒച്ചുണ്ടാക്കും, അത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് ദുനിയാവ് കിട്ടണമെങ്കിൽ, ദുനിയാവിനിപ്പോ കാറും വണ്ടിയും സൗകര്യമൊക്കെ കിട്ടണം, ഇപ്പൊ കാന്തപുരത്തിന്റെ കൂടെ കൂടാ നല്ലത് എന്ന് വിചാരിച്ചു കൂടി ഈ 2 വിഭാഗമല്ലാത്ത മൂന്നാമതൊരു വിഭാഗമല്ല. അലവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 2ക്കും ഫിറ്റായ ഒരാളാണ്. ഒരു വശത്ത് ജാഹിലുമാണ്, മറുവശത്ത് താലിബുദ്ദുനിയാണ്. 2നും കൂടി ഫിറ്റായ 26 കാരറ്റ് AP തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുള്ള അലവി സഖാഫി കൊളത്തൂര് എന്ന് പറയുന്ന ആള്.